ഹലോ. അപ്പം നമുക്കൊന്ന് ഗുരുവായൂർ പോയാലോ? എന്നാ വാ. എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസിലുള്ള വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ എൻ്റെ തെറ്റൊക്കെ ഉണ്ട്, ക്ഷമിക്കണേ. അപ്പോൾ ഇതാ ഞാനും അമ്മയും അച്ഛനും കൂടെ റെഡിയായിട്ട് കാറിലൊക്കെ കയറാൻ പോവാണ്. ഞങ്ങൾ കാറ് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവിടുന്ന് ട്രെയിനിനാണ് പോകുന്നത്. എല്ലാ കൊല്ലവും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ട്രെയിൻ തന്നെയാണ് പോവാറ്. അപ്പോൾ ഇതാ 7:15 ലോക്കൽ ട്രെയിനിനാണ് കയറിയത്, കോയമ്പത്തൂരേക്കുള്ള. അപ്പോൾ അത് ഞായറാഴ്ച കൊണ്ട് തിരക്കൊന്നും ഉണ്ടായില്ല. എനിക്ക് വിൻഡോ സൈഡിൽ നിന്ന് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ട്രെയിൻ ഒരു 9:15 ആകുമ്പോഴത്തേക്ക് കുറ്റിപ്പുറം ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചായയൊക്കെ കുടിച്ച് ബസ്സിന് വെയിറ്റ് ചെയ്യണേ. ട്രെയിനിന് വരുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. കുറ്റിപ്പുറം ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഗുരുവായൂർക്ക് ബസ്സിന് പോകുന്നത്. ഡയറക്റ്റ് ബസ്സുണ്ട്, അല്ല കുന്നംകുളം ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഗുരുവായൂർക്ക് ബസ്സുണ്ട്. ഞങ്ങൾക്ക് KSRTC ആണ് കിട്ടിയത്. ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ ഉള്ളൂ കേട്ടോ കുറ്റിപ്പുറത്ത് നിന്ന് ഗുരുവായൂർക്ക്. എന്താ ഞങ്ങൾ ഗുരുവായൂർ KSRTC സ്റ്റാൻഡിൽ ഇറങ്ങി നടക്കുകയാണേ. അച്ഛൻ മുന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ മഴയൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഭാഗ്യം, നല്ല സുഖത്തിൽ പോകാൻ പറ്റി. അപ്പോൾ ഇതാ ഒരു 20 മിനിറ്റൊക്കെ നടക്കാനുണ്ട് അമ്പലത്തിലേക്ക് എത്താൻ. ഞങ്ങൾ അമ്പലത്തിലെത്തി, റൂം എടുത്തു. നെന്മേനി ലോഡ്ജിലാണ് ഞങ്ങൾ എല്ലാ കൊല്ലം റൂം എടുക്കാറ്. ഈസ്റ്റ് നടയിലുള്ള നല്ല റൂമൊക്കെ, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ കൊല്ലം അവിടെ തന്നെ റൂം എടുക്കാറ്. പിന്നെ കസ്റ്റമർ സർവീസൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളിതാ റൂമിലെത്തി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. പഴയിടം രുചി പാചകത്തിൻ്റെ അടുത്തുള്ള പഴയിടം രുചിയിലാണ് ഭക്ഷണം കഴിച്ചത്. ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വരുമ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ ഒക്കെ എടുത്താണ്. അപ്പം ഉണ്ട് ഇതാ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ചേച്ചിമാർ ഡാൻസൊക്കെ ഉണ്ട്. 7 ഡാൻസ് കണ്ടാലും ഞാൻ അവിടെ നോക്കി നിൽക്കുക. അപ്പോൾ കുറച്ച് സമയം നോക്കിയൊക്കെ നിന്ന് പിന്നെ ഞങ്ങൾ റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് എടുത്ത് വൈകുന്നേരം ആട്ടോ ഞാൻ തൊഴാൻ പോകാറ്. ഇതാ വൈകുന്നേരത്തെ ലുക്കാണിത്. എന്തായാലും ഫോൺ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇനി തൊഴുത് വന്നിട്ടുള്ള വീഡിയോ കാണാം. അപ്പോൾ ഇതാ ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഫോണൊക്കെ എടുത്ത് അച്ഛനെയും കൂട്ടി പോകുക കേട്ടോ. ഞാനും അമ്മയച്ഛനും കൂടെ ഇങ്ങനെ നടന്ന് കുറച്ച് നല്ല മഴയാണേ. ഉച്ചയ്ക്ക് ശേഷം നല്ല മഴ ഗുരുവായൂരുണ്ടായിന്. അപ്പോൾ ഇതാ ചുറ്റുമതിലുള്ള പെയിൻറ്റിങ് ഒക്കെ നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയേ. രാത്രി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒന്ന് ഫാൻസിയിലൊക്കെ വെറുതെ ഇങ്ങനെ കയറി നോക്കി എന്തൊക്കെയുള്ളത് എന്നൊക്കെ നോക്കുന്ന ഒരു ശീലമാണല്ലോ. അപ്പോൾ കയറിയൊക്കെ നോക്കി ഇങ്ങനെ റൂമിലേക്ക് പോവുക. അമ്മ പൊരി അലുവയൊക്കെ വാങ്ങിക്കി. ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. അതാ എൻ്റെ സെക്കൻഡ് ലുക്കാണ്. അപ്പോൾ രാവിലെ ഞാൻ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് അമ്പലത്തിലേക്ക് പോയി. ഫോൺ എടുത്തിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഫസ്റ്റ് ഞാനും അമ്മയും കയറി തൊഴുത് വന്ന് അച്ഛൻ പുറത്ത് നിന്ന്. പിന്നെ അച്ഛൻ ഉള്ളിൽ കയറിയപ്പം ഞാനും അമ്മയും വെറുതെ നിൽക്കണ്ട വെച്ച് കുളത്തിൻ്റെ അടുത്തൊക്കെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താട്ടോ. അത് പണ്ട് കുളത്തിൽ മീനൊക്കെ നല്ല കുറേ മീനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഒന്ന് വീഡിയോ എടുത്ത് തരുമോ, ഞാൻ കാലൊക്കെ കഴുകട്ടെ. അപ്പോൾ അമ്മ ഞാൻ കാല് കഴുകുന്ന വീഡിയോ എടുക്കുകയാണ്. അമ്മ പറയുന്നുണ്ട് കാല് കഴുകി കുളത്തിലായി പോകണ്ടെന്നൊക്കെ. അപ്പം ഞാൻ വെറുതെ ഒന്ന് കാലൊക്കെ നനച്ച് കൈയൊക്കെ നനച്ച് വരിക കേട്ടോ. ആരൊക്കെയോ നോക്കുന്നുണ്ട്, ആരാ നോക്കിയതാ. അപ്പം ഞങ്ങൾ ഗുരുവായൂർ കേശവൻ അതൊക്കെ ഇല്ലേ അവിടെയൊക്കെ പോയി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചതിന്. അപ്പം നല്ല മഴയും അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ കിട്ടിയില്ല കേട്ടോ, മിസ്സായിപ്പോയി കുറേ ഫോട്ടോസൊക്കെ. അപ്പോൾ ഇതാ നടന്ന് വരുമ്പോൾ കുറേ ഉണ്ണിക്കണ്ണന്മാരിങ്ങനെ നിരത്തി വെച്ച്. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്ത് ഇതാ ഞാൻ റൂമിലേക്ക് ഇങ്ങനെ നടക്കുക. അപ്പോൾ അവിടെ പപ്പടവും എന്തൊക്കെയോ നിരത്തി വെച്ചേക്ക്. അതൊക്കെ വീഡിയോ എടുത്ത് റൂമിലെത്തിയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയാണെന്ന്, കണ്ടില്ലേ നല്ല മഴ കേട്ടോ. അപ്പോൾ റൂമിലിരുന്ന് അച്ഛൻ പോയി പ്രസാദമൊക്കെ വാങ്ങി വന്ന് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾക്ക് 10:45 ബസ്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റ് മുണ്ടൊക്കെ മാറ്റിയിട്ടോ. ബസ്സിലൊക്കെ പോകുന്നതല്ലേ. അപ്പോൾ സെറ്റ് മുണ്ടൊക്കെ മാറ്റി ഇതാ ഞങ്ങൾ പോവുകയാണ് ബസ് കയറാൻ വേണ്ടിയിട്ട്. കണ്ണനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് അടുത്ത കൊല്ലം വരാമെന്നൊക്കെ പറഞ്ഞ് ഇതാ പോവുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബസ്സിന് കയറി സ്റ്റേഷനിലെത്തി. 12:55 ആകുമ്പോഴത്തേക്ക് ട്രെയിൻ വന്നിക്ക്. ട്രെയിനിൽ കയറി ഞാൻ അമ്മയും ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാട്ടോ കയറിയ, നല്ല തിരക്കുള്ളതിനെ കൊണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ കൊയിലാണ്ടി എത്താനായിക്കേ. അപ്പോൾ ബായ്, അടുത്ത വീഡിയോ കാണാം.